എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. കേരളത്തിലെ റബ്ബർ കർഷകർക്കും റബ്ബർ വിൽക്കാൻ കാത്തിരിക്കുന്നവർക്കും ഏറ്റവും പ്രധാനപ്പെട്ട ചില വിപണി വിവരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പങ്കുവയ്ക്കുന്നത്. വിപണിയിൽ റബ്ബർ വില എങ്ങോട്ടാണ് പോകുന്നത്? വരും ദിവസങ്ങളിൽ വില ഇനിയും കൂടുമോ അതോ കുറയുമോ? കർഷകർക്ക് ലാഭമുണ്ടാകാൻ ഇപ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നിവയെല്ലാം വളരെ ലളിതമായി ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് റബ്ബർ കൃഷിയുള്ളവരും ഈ മേഖലയിലുള്ളവരും വീഡിയോ മുഴുവനായി കാണുക. ദിവസേനയുള്ള വിപണി വിലകൾ കൃത്യമായി നേരത്തെ അറിയാൻ നമ്മുടെ ഈ ചാനൽ എല്ലാവരും ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി അമർത്തിവെക്കുക. നിലവിൽ കേരളത്തിലെ പൊതുവിപണിയിൽ സാധാരണ റബ്ബറിന്റെ വില കിലോയ്ക്ക് 180 രൂപ മുതൽ 184 രൂപ വരെയുള്ള നിരക്കിലാണ് തുടരുന്നതെങ്കിലും കോട്ടയം പോലുള്ള പ്രധാന മാർക്കറ്റുകളിൽ നല്ല ഒന്നാന്തരം റബ്ബറിന് 200 രൂപയ്ക്ക് മുകളിലും വ്യാപാരം നടക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷത്തെ ശരാശരി വിലയുമായി താരതമ്യം ചെയ്യുമ്പോൾ വിപണിയിൽ നല്ലൊരു മുന്നേറ്റമാണ് ഈ വർഷം കാണുന്നത്. ഒപ്പം സർക്കാർ പ്രഖ്യാപിച്ച 200 രൂപയുടെ തറവില സഹായവും കർഷകർക്ക് വലിയൊരു ആശ്വാസമാണ്. വരും ദിവസങ്ങളിൽ കേരളത്തിൽ കാലവർഷം ശക്തമാകുന്നതോടെ ടാപ്പിംഗ് തടസ്സപ്പെടുകയും വിപണിയിലേക്കുള്ള റബ്ബറിന്റെ വരവ് കുറയുകയും ചെയ്യും. ഇത് വില ഇനിയും ഉയരാൻ കാരണമായേക്കുമെന്നാണ് വിപണി വിദഗ്ധർ വിലയിരുത്തുന്നത്. റബ്ബർ വിപണിയുടെ ചരിത്രത്തിലേക്ക് നോക്കിയാൽ നീണ്ട 13 വർഷത്തെ റെക്കോർഡുകൾ തകർത്തുകൊണ്ട് 2024 ഓഗസ്റ്റ് 10-നാണ് കേരള ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിരക്കായ കിലോയ്ക്ക് 247 രൂപ കർഷകർക്ക് ലഭിച്ചത്. ആഗോള വിപണിയിലെ ക്ഷാമവും ടയർ കമ്പനികളുടെ വലിയ ഡിമാൻഡും തന്നെയാണ് വരും മാസങ്ങളിലും വിലയിലെ ഈ മാറ്റിമറിച്ചിലുകൾക്ക് പ്രധാന കാരണമാകാൻ പോകുന്നത്. അപ്പോൾ കർഷക സുഹൃത്തുക്കളെ, വരും ദിവസങ്ങളിൽ റബ്ബറിന് നല്ലൊരു വിലക്കയറ്റമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് നമ്മളെല്ലാവരും. നിങ്ങളുടെ നാട്ടിൽ ഇന്ന് റബ്ബറിന് എത്രയാണ് വില കിട്ടിയതെന്ന് താഴെ ഒന്ന് കമന്റ് ചെയ്യുമല്ലോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും റബ്ബർ കൃഷിയുള്ള നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള ഉപകാരപ്രദമായ വിപണി വാർത്തകളുമായി നമുക്ക് വീണ്ടും കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കല്ലേ.